നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പ്രഖ്യാപിച്ച് പോരാട്ടം തുടങ്ങിയ PV അൻവർ MLA-യുടെ രണ്ടാമത്തെ പൊതുയോഗമാണ് ഇന്ന് കോഴിക്കോട്ട് അല്പസമയം കഴിയുമ്പോൾ തുടങ്ങുന്നത്. കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരി മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അൻവർ ഇന്ന് കോഴിക്കോട്ട് പ്രസംഗിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ADGP MR അജിത് കുമാറിന് മാമി തിരോധാന കേസുമായി ബന്ധമുണ്ടെന്നാണ് PV അൻവറിന്റെ പ്രധാന ആരോപണം. ഇന്നലെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിലെത്തിയതിന് സമാനമായ ജനക്കൂട്ടം കോഴിക്കോട് മുതലക്കുളത്ത് അൻവറിനെ കേൾക്കാൻ എത്തുമോ എന്നതാണ് ആകാംക്ഷ. നമുക്ക് പരിശോധിക്കാം. വിശദാംശങ്ങളുമായി കോഴിക്കോട് മുതലക്കുളത്ത് നിന്ന് VS രഞ്ജിത്തും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത് ആൻഡ് സിനോജ് തോമസ്. ഇന്നലെ നമ്മൾ ആദ്യ പൊതുയോഗത്തിൽ കണ്ടത്ര ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമോ അതോ അതിനും അപ്പുറത്തേക്ക് പോകുമോ? അൻവറിന്റെ സ്വീകാര്യത ഉയരുകയാണോ എന്നതൊക്കെ ഇപ്പോൾ CPIM ശക്തി കേന്ദ്രങ്ങളിലടക്കം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് അൻവർ പറയാൻ പോകുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ്. അത് കോഴിക്കോട് പോലൊരു സ്ഥലത്ത് വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ, സത്യം മനസ്സിലാക്കാൻ, അൻവറിന്റെ ആരോപണങ്ങളിലെ വസ്തുത പരിശോധിക്കാനൊക്കെയുള്ള ഒരു ആൾക്കൂട്ടത്തെ ന്യായമായും പ്രതീക്ഷിക്കാമല്ലോ രഞ്ജിത്ത്. സുജയ, തീർച്ചയായിട്ടും മാമി തിരോധാനം ADGP MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു മാമി തിരോധാന കേസ്. ആ തിരോധാന കേസ് അട്ടിമറിക്കാൻ PV അൻവർ പറയുന്നത് അത് ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ വിശദമായി തന്നെ കോഴിക്കോട്ട് പറയും എന്നുള്ളതാണ് ഇന്നലെ നിലമ്പൂരിൽ വെച്ച് PV അൻവർ പറഞ്ഞത്. ഇപ്പോൾ ഒരു വിശദീകരണ പൊതുയോഗം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്നു എന്നും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും CPM പ്രതിനിധികൾ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയില്ല. മറ്റ് കോൺഗ്രസ്, ലീഗ്, BJP രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. ഇങ്ങോട്ട് സദസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100-100-ലധികം കസേരകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ PV അൻവർ എണ്ണം പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി 50 എന്ന് പറഞ്ഞു, 200 എന്ന് പറഞ്ഞു. പക്ഷേ 2000-ലധികം 50,000-ഓളം ആളുകൾ ഇന്നലെ നിലമ്പൂരിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷെ കോഴിക്കോട്ട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല. കോഴിക്കോട്ട് നടക്കുന്നത് ഇന്നലെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്ന് PV അൻവർ ബാക്കി വെച്ച ADGP MR അജിത് കുമാറിൻ്റെ ദുരൂഹമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനൊരു വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതും PV അൻവറാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് PV അൻവറിനെ കൊണ്ടുവരും? PV അൻവറാണ്. ഞങ്ങൾ സത്യത്തിൽ ഈ മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഫസ്റ്റിൽ ആദ്യം നടത്തിയ സമരത്തിലൊക്കെ സജീവമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ മീഡിയകളടക്കം നല്ല രീതിയിൽ കവറേജ് തന്നു, ഒരു ലൈവാക്കി നിർത്താൻ സാധിച്ചു. പിന്നീട് മീഡിയകൾ മറ്റുള്ള പുതിയ സബ്ജക്റ്റ് കിട്ടുമ്പോൾ ആളുകളും മീഡിയകളെല്ലാം തന്നെ മാമി കേസ് മറന്നുപോയോ എന്നുള്ളൊരു സംശയമായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്താണ് ഓഗസ്റ്റ് 30-ാം തീയതി ബഹുമാനപ്പെട്ട PV അൻവർ MLA പോലീസിലെ ചില ചെയ്തികളെ പറ്റി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് ഈ മാമി തിരോധാനത്തെക്കുറിച്ച് PV അൻവർ പറഞ്ഞതുപോലെ MR അജിത് കുമാറിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളും സംശയിക്കുന്നു? പോലീസിൻ്റെ വീഴ്ച, MR അജിത് കുമാറിൻ്റെ ഇടപെടലല്ല, പോലീസിൻ്റെ വീഴ്ച സംഭവിച്ചു. അതായത് നടക്കാവ് മുതൽ ഈ കേസ് അന്വേഷണം ആരംഭിച്ച നടക്കാവ് പോലീസ് സ്റ്റേഷൻ മുതൽ പിന്നീട് അങ്ങോട്ട് പോലീസിന് വീഴ്ച സംഭവിച്ചു പല കാര്യത്തിലും. അത് നേരത്തെ മീഡിയകളും അതുപോലെ തന്നെ ജനങ്ങളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എത്ര പേര് പങ്കെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത്? ഒരു ആൾക്കൂട്ടമായി മാറുമ്പോൾ PV അൻവറിനെ കേൾക്കാൻ വേണ്ടി വരുന്നവരും അതുപോലെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരും അങ്ങനെ വലിയ ആൾക്കൂട്ടം പ്രതീക്ഷിക്കുന്നു? ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ PV അൻവർ വരുമ്പോൾ എത്ര ആളുകൾ വരും എന്നുള്ളത് നമുക്കതിന് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. MR അജിത് കുമാറിനൊരു ഇടപെടലുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു? ഞങ്ങൾ ആ സംശയം പറഞ്ഞിട്ടില്ല. ചില ബാഹ്യ ഇടപെടലുകൾ, അത് ഉന്നത തലങ്ങളിലാണ് ബാഹ്യ ഇടപെടലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. PV അൻവർ പറയുന്നത് അജിത് കുമാറിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടൽ നടത്തിയത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞത് കൂടാതെ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് ഈ കോഴിക്കോട് നിന്ന് കാണാതായ മാമി മുഹമ്മദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പഠനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് അദ്ദേഹം പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ADGP MR അജിത് കുമാറിനെതിരെ എടുത്ത നിലപാടുകൾ. സിനോജിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. സിനോ തോമസ്, കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂർ എവിടേക്കാണ് മാമി പോയി മറഞ്ഞത്? മാമി അവസാനം അയച്ച ശബ്ദ സന്ദേശങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മളും പുറത്തുവിട്ടതാണ്. ഇവിടെ നോക്കൂ, ഈ PV അൻവർ ADGP MR അജിത് കുമാറിന് ഈ തിരോധാനവുമായി
ബന്ധമുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആരോപിക്കുന്ന അൻവറിനെയാണ് ആദ്യഘട്ടം മുതലേ നമ്മൾ കണ്ടത്. ഇപ്പോൾ രഞ്ജിത്ത് പ്രതികരണങ്ങൾ തേടിയതുപോലെ മാമി എവിടെയാണ് എന്ന് കണ്ടെത്തണം, അല്ല എങ്കിൽ സാക്ഷാൽ മാമി തന്നെ വന്നിട്ട് ADGPക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പറയണം. അതുവരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുകയല്ലേ സിനോജ്? തീർച്ചയായും ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം PV അൻവർ എന്തു പറയുന്നു എന്നതാണ്. കാരണം ഇന്നലെ നിലമ്പൂരിൽ ആവർത്തിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. ഒപ്പം ഈ മാമി തിരോധാന കേസിൽ പുതിയതായി PV അൻവർ എന്തു പറയുന്നു എന്നാണ്. ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 1 മാസം സമയം തരൂ, 15 ദിവസത്തിനകം ഞാൻ ഈ മാമി കേസ് തെളിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. അതായത് PV അൻവർ പറഞ്ഞതുപോലെ പെട്ടെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു കേസാണോ ഇത്? പെട്ടെന്ന് കേസ് തെളിയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയുന്നത്, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതില്ല. ഈ മാമി തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത കാര്യങ്ങളല്ലാതെ അദ്ദേഹം പല കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ MLA, ബഹുമാനപ്പെട്ട MLA ഈ ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ പറഞ്ഞത്. PV അൻവർ നിലവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് അറിവുണ്ടോ? അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്, പല തെളിവുകളും അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ആ തെളിവ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ തെളിവുകൾ പുറത്തു പറയുമോ? മാമി തിരോധാന കേസിൽ അൻവർ ഇന്നത്തെ പൊതുയോഗത്തിൽ കൊണ്ടുവരാൻ പോകുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നറിയാൻ നമുക്കും ആകാംക്ഷയുണ്ട്. 6:30-ക്കാണ് കോഴിക്കോട്ടെ പൊതുയോഗം തുടങ്ങുക. സിനോജ് തോമസും VS രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.